സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പത്മയുടെയും അതുപോലെ രവീന്ദ്രന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും. എന്നാ ഇതേ സമയത്ത് നന്ദിനിയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നന്ദിനി ഇല്ലാതെ വെഡിങ് ആനിവേഴ്സറി സന്തോഷകരമായി ആഘോഷിക്കുക എന്നാണ് പത്മ കരുതുന്നത്. പക്ഷെ അതിന് നമ്മുടെ സൂര്യ വിടില്ലല്ലോ. സൂര്യ നന്ദിനിയെ തേടി പിടിച്ച് കൃത്യസമയത്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതോടുകൂടി പത്മയ്ക്ക് നന്ദിനിയോടുള്ള ദേഷ്യം ഇരട്ടിയാവുന്നുണ്ട്. പത്മ വളരെ ദേഷ്യത്തില് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സൂര്യയും നന്ദിനിയും രവീന്ദ്രനും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. നന്ദിനി രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നന്ദിനി, ആരാ നിന്നെ തട്ടിക്കൊണ്ടു പോയെന്ന് മോൾക്കറിയോ? അത് പിന്നെ സർ, നമ്മള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നേരത്ത് ആ 4 പേര് ചേർന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ലേ, അവര് തന്നെയാ. അവന്മാരോ? അവന്മാര് 4 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ ഫ്രണ്ട്സാ ആ ലോറിയില് എന്നെ തട്ടിക്കൊണ്ടു പോയത്. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ ക്രൂരമായി അവര് കൊന്നു. അവർക്ക് നേരെ കൈ ഓങ്ങിയെന്നും പറഞ്ഞാ ആ പെൺകുട്ടിയെ കൊന്നത്, എന്റെ കൺമുൻപിൽ വെച്ച്. അവന്മാര് മോളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്ന് മോൾക്കറിയോ? അവന്മാരെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. അച്ഛാ, സ്ഥലമൊക്കെ എനിക്കറിയാം, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവന്മാര്. അതെ സാർ, അവന്മാര് വളരെ മോശക്കാരാ. അവന്മാരുടെ കയ്യില് എന്തൊക്കെയോ എന്തൊക്കെയോ ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട്. കല്ലുപ്പ് പോലെ എന്തൊക്കെയോ ചില സാധനങ്ങള്. അതെല്ലാം അവിടെ വെച്ച് തന്നെയാ പാക്ക് ചെയ്യുന്നതും. അച്ഛാ, അച്ഛന് കാര്യം മനസ്സിലായോ? മയക്കുമരുന്ന് ബിസിനസിന്റെ പുറകിലുള്ളവരാ ഇവന്മാര്. എന്തും ചെയ്യാൻ മടിക്കില്ല. നന്ദിനി രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടാ. ആ സമയത്ത് നന്ദിനിയെ രക്ഷിക്കാൻ ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കില് നന്ദിനിക്ക് എന്തും സംഭവിച്ചേനെ എന്നൊക്കെ പറയാ. ഇത് കേട്ടുകൊണ്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നന്ദിനി, നീ സൂക്ഷിക്കണം. ആരാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. മോളിനി പുറത്തോട്ടൊന്നും പോകണ്ട. എന്നാ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് പത്മ വരുന്നുണ്ട്. ഓ, അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപേ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഇത് കേട്ടുകൊണ്ട് സൂര്യ ദേഷ്യത്തിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ, അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതേടാ, ഞാൻ മിണ്ടാതിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തു ആവാലോ. ദേ പത്മേ, നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായില്ല. നന്ദിനി ഈ ഒരു സാഹചര്യത്തില് കാണാതായിരിക്കുന്ന സമയത്ത് തന്നെ വേണമായിരുന്നോ നിന്റെ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷം? അതിനിപ്പോ എന്താ, കറക്റ്റ് സമയത്ത് നിങ്ങളുടെ മകൻ അവളെ ഇങ്ങ് കൊണ്ടുവന്നില്ലേ. അവളെ നീ വെറുതെ അതും ഇതും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. ഇത് കേൾക്കുമ്പോ പത്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങക്ക് എന്നേക്കാ വലുത് ഇവളാണ്. നമ്മുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നിങ്ങൾക്ക് അപ്പോഴും എന്റെ കൂടെ നിന്ന് കുറച്ചു നേരെങ്കിലും ഒന്ന് ചിരിച്ച് മനസ്സ് തുറന്ന് ചിരിച്ചു നിൽക്കാൻ പറ്റിയോ? അപ്പോഴും നിങ്ങളുടെ മനസ്സ് ഇവളെ കണ്ടു കിട്ടാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ? എന്തായാലും എന്റെ ഭർത്താവിന് പോലും എന്നോടൊരല്പം സ്നേഹമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛ, നിർത്താൻ പറയുന്നുണ്ടോ? അതേടാ, ഞാൻ നിർത്താം. ഞാൻ നിർത്തിയാ ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും തീരില്ല. ആദ്യം ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇവള് വന്നതിന് ശേഷം എത്ര തവണ ഇവളെ കാണാതായി. ഇവള് തന്നെ അവിടെ ഇവിടെയും പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിവളുടെ ഒരു മാനസിക വിഭ്രാന്തിയാ. ഇപ്പൊ അടുത്ത് തന്നെ കാറിന്റെ ഡിക്കിന്നല്ലേ ഇവളെ കിട്ടിയത്. അതുപോലെ എന്തൊക്കെയാ ഇവൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അച്ഛാ, ഈ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറ. എന്റെ ഭാര്യയെ ഞാൻ തിരയും, കണ്ടുപിടിക്കും. അത് എന്റെ ഇഷ്ടം. അച്ഛന്റെ ഭാര്യയോട് ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദിനി എന്റെ ഭാര്യയാ. അവൾ ഈ വീട്ടില് എന്റെ ഭാര്യയായിട്ട് തന്നെ തുടരും. ഇതും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ ഇതേ സമയത്ത് രവീന്ദ്രൻ പത്മയോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ ഇതുപോലുള്ള സംസാരമൊന്നും അവന്റെ മുൻപില് പറയണ്ട. അവൻ ഇപ്പോഴും അവളെ ഭാര്യയായിട്ട് തന്നെയാ കാണുന്നത്. ഇനി നീ അത് അംഗീകരിച്ചില്ലെങ്കിലും സൂര്യയുടെ ഭാര്യ തന്നെയാ നന്ദിനി എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് റൂമിൽ വന്നതിന് ശേഷം നന്ദിനി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ, ഞാൻ ആ സമയത്ത് 2 പേരെയാ പ്രാർത്ഥിച്ചത്. ഒന്ന് നിന്നെ, പിന്നെ എന്റെ സൂര്യ സാറിനെ. സൂര്യ സാറ് എനിക്ക് ദൈവതുല്യ. എന്നെ രക്ഷിക്കാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഈ സമയത്ത് സൂര്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. സൂര്യ ബാക്കിൽ നിന്നുകൊണ്ട്, ആ, എനിക്കും അറിയായിരുന്നു നീ എന്നെ കാത്തിരിക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നതും നന്ദിനി പെട്ടെന്നൊന്ന് പതറുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ അത് നമ്മുടെ സൂര്യ ആയിരിക്കും.
എന്താ സൂര്യ സാർ, എന്താ ഇത്? നീ എന്ത് പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്? ആരെ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞേ? എനിക്കറിയായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട് സൂര്യ സാറ് വരുമെന്ന്. പക്ഷെ എൻ്റെ ഉള്ളില് അപ്പോഴും പേടിയായിരുന്നു. ആ സാഹചര്യത്തില് സൂര്യ സാറ് വന്ന സൂര്യ സാറിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. എന്റെ നന്ദിനി എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കില്ലേ? അല്ല സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സൂര്യ സാറ് എന്ത് ചെയ്തേനെ? നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? മറുപടി പറ സാർ. സാർ എന്ത് ചെയ്തേനെ? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ച് ഞാനങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇത് കേട്ട് സൂര്യയുടെ വാ പൊത്തുന്നുണ്ട്. ഭഗവാന്റെ മുൻപിൽ വെച്ച് എന്തൊക്കെയാ സൂര്യ സാറ് സംസാരിക്കുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. സൂര്യ സാറിന് ഒരാപത്തും വരില്ല. ഞാൻ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നീ മരിച്ചാലുള്ള കാര്യമൊന്നും എന്നോട് പറയണ്ട. നമ്മൾ രണ്ടുപേരും ഇതുപോലെ ഒത്തിരി നാള് മുൻപോട്ട് പോവും എന്നും പറഞ്ഞ് നന്ദിനിയുടെ മൂക്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിലോ ഈ സമയത്ത് അങ്ങ് നാണം വരുന്നുണ്ട്. നന്ദിനി സൂര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നന്ദിനിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹമൊക്കെ സൂര്യയുടെ മനസ്സിലുണ്ട്. എന്നാലും ഒരു ഡിസ്റ്റൻസിലാണ് നന്ദിനി നിൽക്കുന്നത്. നന്ദിനി അങ്ങനെ നാണത്തോടു കൂടി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നന്ദിനി നിലത്തും സൂര്യ കട്ടിലിന് മുകളിലും കിടക്കുന്നു. നന്ദിനി അങ്ങോട്ട് തിരിഞ്ഞ് ചെറുതായി ചിരിച്ചാണ് കിടക്കുന്നത്. സൂര്യയും അങ്ങനെ തന്നെ. അങ്ങനെ അവർ രണ്ടുപേരുടെയും റൊമാൻറ്റിക് സീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടായിട്ട് കാണിക്കുന്നത് ഇന്ദ്രജിയെയും വേദയെയും ആയിരിക്കും. രണ്ടുപേരും നന്ദിനിയെ കളിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ദ്രജ വേദയോട് പറയുന്നുണ്ട്, നിനക്ക് ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരട്ടെ? അവളുണ്ടല്ലോ ആ നന്ദിനി, അവളെ കൊണ്ട് എന്റെ കാല് ഞാൻ പിടിപ്പിക്കും. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ കാല് ഒന്ന് പെഡിക്യൂർ ചെയ്ത് തരാൻ വേണ്ടി ഞാൻ നന്ദിനിയെ വിളിക്കും. അവളെ കൊണ്ട് എന്നെ രണ്ട് കാലും മസാജ് ചെയ്യിപ്പിക്കും. എന്റെ കാലിലെ നഖങ്ങൾ വെട്ടിക്കും. ഒക്കെ ഞാൻ ചെയ്യും. അവളെ ഈ വീട്ടിലെ തമ്പുരാട്ടിയാണെന്ന് അവളെ വിചാരം. ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം അവൾ ഈ വീട്ടിൽ ആരാണെന്ന്. അങ്ങനെ നന്ദിനി അതിലെ പോകുന്ന സമയത്ത് ദേ നന്ദിനി ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഇന്ദ്രജ വിളിക്കുന്നുണ്ട്. എന്താ മേഡം, എന്താ കാര്യം? അത് പിന്നെ എന്റെ കാല് വല്ലാത്ത വേദന. അന്ന് ക്ഷേത്രത്തിൽ പോയി ഒരുപാട് നടന്നില്ലേ, അതിനുശേഷം കാലിന് വല്ലാത്ത വേദനയും വിരലിന്റെ ഇടയിലൊക്കെ ചെറുതായിട്ടൊരു ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. അതെ, നല്ല പോലെ ഒന്ന് തേച്ചൊരച്ച് കുളിച്ചാ മതിയെന്ന് നന്ദിനി പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തില് ഇന്ദ്രജ നോക്കുന്നുണ്ട്. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? ഞാൻ തേച്ചൊരച്ച് കുളിക്കുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ല മാഡം, മാഡം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി. നിന്റെ തോന്നലൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞ പണി അങ്ങ് ചെയ്താ മതി. അല്ലെങ്കിലും ചേച്ചി എന്തിനാ ഇവളോട് ഇങ്ങനെ മയത്തില് സംസാരിക്കുന്നേ? ഇവളീ വീട്ടിലെ വേലക്കാരിയാ. ചേച്ചി എന്ത് പറഞ്ഞാലും അവള് ചെയ്യണ്ടേ? ചേച്ചിയുടെ കാല് ഒന്ന് പെഡിക്യൂർ ചെയ്ത് കൊടുക്ക്. ഇത് കേട്ട് നന്ദിനി വീണ്ടും പറയുന്നുണ്ട്, അതല്ല മാഡം, സൂര്യ സാർ എങ്ങാനും കണ്ടാല് അത് വലിയ പ്രശ്നമാവും. സൂര്യ ഒന്നും കാണാൻ പോകുന്നില്ല. അവൻ എപ്പോഴേ പുറത്തോട്ട് പോയി. അതൊക്കെ നോക്കിയിട്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പണി നീ ചെയ്താ മതി. എന്നാലും സൂര്യ സാറ് വന്നാൽ അത് പ്രശ്നമാവും. നിന്നോടല്ലേ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതിയെന്ന്. നീ അന്ന് നിന്റെ നാട്ടിൽ പോയപ്പോ എന്റെ കാലൊന്ന് മസാജ് ചെയ്ത് തന്നില്ലേ? അതുപോലെ നന്നായി ഒന്ന് ചെയ്യ്. എനിക്ക് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം. അല്ല മാഡം, ഇതിലെന്താ പൂവൊക്കെ ഇട്ടിരിക്കുന്നേ? ഈ പൂക്കളൊക്കെ എന്താ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നേ? അതൊക്കെ ഉണ്ട്. ഇതിൽ ഇറക്കി വെക്കും ഞാൻ എൻ്റെ കാല്. എൻ്റെ കാലിലെ നഖം വെട്ടണം. അതുപോലെ കാല് നല്ല ക്ലീൻ ആവുകയും വേണം. ശരി മാഡം. അങ്ങനെ നന്ദിനി നിലത്തിരിക്കുന്നുണ്ട്. നന്ദിനിയുടെ ദേഹത്തോട്ട് കാല് കയറ്റി വെക്കുന്നുണ്ട്. നന്ദിനി അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു അടിമയെ പോലെ. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ചിരിക്കുകയാണ് ഇന്ദ്രജയും വേദയും. അങ്ങനെ വേദ പറയുന്നുണ്ട്, ചേച്ചി എന്നാലേ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ചെയ്യണം. പാർലറിൽ പോയാലും ഇത്ര നന്നായിട്ടൊന്നും ചെയ്യില്ല. അത്ര നന്നായിട്ടാ ഈ നന്ദിനി ചെയ്യുന്നേ. ചേച്ചി ഞാനും ചെയ്യുന്നുണ്ടെന്ന് വേദ ഇന്ദ്രജയോട് പറയുന്നുണ്ട്. അല്ലെങ്കിലും പാർലറിൽ പോയി ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നീ റെഡി ആയിക്കോ, എന്റെ കഴിഞ്ഞാ നിനക്ക് അവസരം. ഇതേ സമയത്ത് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ആഹാ ഇതിവിടെ എന്താ മിനി പാർലർ ഇവിടെ തുടങ്ങിയോ? എന്തായാലും ഇത് നല്ല കാര്യാ. എനിക്കും വേണം എന്റെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. ദേ നന്ദിനി, എന്റെ കാലം ഒന്ന് ചെയ്തു തരണം എന്ന് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. അതിനെന്താ,
ഒക്കെ ഇവള് ചെയ്തു തരും എന്ന് പറയാം. വളരെ പാവം തോന്നും നമ്മുടെ നന്ദിനി ഇതിങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് കാണുമ്പോൾ. എന്നാ തക്ക സമയത്ത് നമ്മുടെ സൂര്യ വരുന്നുണ്ട്. സൂര്യ ഇത് കാണുന്നതും വളരെ ദേഷ്യത്തോടു കൂടി ചെന്ന് ഇന്ദ്രജിയോട് പറയുന്നുണ്ട്, എന്താ ഇവിടെ നന്ദിനി, നീ എന്താ ചെയ്യുന്നേ, എഴുന്നേക്ക് എന്നും പറഞ്ഞ് ദേഷ്യത്തില് എഴുന്നേപ്പിക്കുന്നുണ്ട്. എന്നാ സൂര്യ ഈ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് ഇന്ദ്രജയും വേദയും ഒന്നും കരുതുന്നുമില്ല. അങ്ങനെ ആകെ പേടിച്ച് തന്നെയാണ് ഇന്ദ്രജയും വേദയും ഹസ്ബൻഡൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് സൂര്യ ദേഷ്യത്തില് നന്ദിനിയോട് തന്നെ ചോദിക്കുന്നുണ്ട്, നന്ദിനി, നീ എന്തിനാ ഇവളുടെ കാല് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജോലി എന്റെ ഭാര്യ എന്നുള്ള പദവിയാ. ഈ വീട്ടിൽ ഒരു ജോലിയും നിനക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നീ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ കാലൊന്നും പിടിച്ച് നീ ഇതുപോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റെ കാല് ക്ലീൻ ചെയ്യണമെങ്കിൽ നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, പിത്തം പിടിക്കും. ആ വണ്ടി എടുത്ത് നിനക്ക് പോയി പാർലറിൽ പോയി ചെയ്തൂടെ? എന്റെ ഭാര്യ നിന്റെ അടിമയൊന്നുമല്ല. അത് അപ്പോഴേക്കും രക്ഷിക്കാനായിട്ട് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അത് പിന്നെ അളിയ, നമ്മളൊരു വീട്ടുകാരല്ലേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ പ്രശ്നമായിട്ട് അളിയനെ എടുത്താലോ? അതൊക്കെ വിട്ടേക്ക്. നന്ദിനി ഞങ്ങളുടെ ഒരു സഹോദരിയെ പോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആഹാ, അങ്ങനെയാണോ? എന്നാ ശരി, ഈ വീട്ടില് നിങ്ങൾ ഈ രീതിക്ക് മുന്നോട്ട് പോണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നന്ദിനിയുടെ കാല് ഒന്ന് പെഡിക്യൂർ ചെയ്ത് കൊടുക്ക. ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞേ? ഇവളുടെ കാല് ഞാൻ പെഡിക്യൂർ ചെയ്ത് കൊടുക്കണമെന്നോ? പിന്നെ ചെയ്തു കൊടുത്തേ പറ്റൂ. നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാ നിങ്ങൾ പോകുന്നേന്ന്. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഈ വേലക്കാരിയുടെ കാല് ഞങ്ങൾ കഴുകി കൊടുക്കണമെന്നോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. എന്നെ വല്ലാണ്ടങ്ങ് ദേഷ്യം പിടിപ്പിക്കണ്ട. എന്നാ ഈ സമയത്ത് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഈ അളിയൻ കേക്കില്ല. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഇത് കേൾക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്റെ ഇന്ദ്രജന്റെ കഥ കഴിക്കുമെന്നാ തോന്നുന്നത്. ഇനി മിണ്ടാതിരിക്കുന്ന നല്ലത്. നിന്നോടാ പറഞ്ഞത്, എന്റെ ഭാര്യ നന്ദിനിയുടെ കാല് നിങ്ങളൊന്ന് പെഡിക്യൂർ ചെയ്ത് കൊടുക്ക്. സുരി സർ, അതൊന്നും വേണ്ട. സാർ എന്തൊക്കെയാ പറയുന്നേ? അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ മിണ്ടാതിരിക്കും നന്ദിനി, നീ ഇവിടെ ഇരിക്ക്. അങ്ങനെ ഇന്ദ്രജ ഇരുന്ന സ്ഥാനത്ത് നന്ദിനിയെ അങ്ങ് കയറ്റി ഇരുത്തുന്നുണ്ട്. അതിനുശേഷം ഇന്ദ്രജയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്ക് നിലത്ത്. നീ എന്തൊക്കെയാടാ പറയുന്നേ? ഞാൻ ഇവളുടെ കാല് മര്യാദക്കിരിക്കാനാ പറഞ്ഞത്. അങ്ങനെ ഇന്ദ്രജ നിലത്തിരിക്കുന്നുണ്ട്. വേദയോടും പറയുന്നുണ്ട്, ദേ കുട്ടിച്ചാത്ത, നീയും ഇരിക്ക് നിലത്ത്. അങ്ങനെ അനിയത്തിയെയും നിലത്തിരുത്തുന്നു. ഏട്ടാ, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇതൊന്നും ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് വേദ പറയുന്നുണ്ട്. ശരിയും തെറ്റൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കെ. ഒരു കാല് നീ ചെയ്യേ, നന്ദിനിയുടെ മറ്റേ കാല് നീയും ചെയ്യേ. രണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവണം. ഇത്ര നേരം നിന്റെ കാല് നല്ല പോലെ ചെയ്തു തന്നില്ലേ, അതേപോലെ നീയും ചെയ്യേ. മടിയോടുകൂടി തല താഴ്ത്തി സങ്കടത്തോടു കൂടിയാണ് ഇന്ദ്രജയും വേദയും നിൽക്കുന്നത്. എന്നാ ഈ സമയത്ത് സൂര്യ ഇതൊരു പ്രതികാരമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പത്മ ഈ സമയത്ത് അവിടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇന്ദ്രജ വേദയുടെ കാല് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടി പൊട്ടി കരയാണ് ഇന്ദ്രജ, അതുപോലെ തന്നെ വേദയും. ഈ സമയത്ത് സൂര്യ വളരെ സന്തോഷത്തോടു കൂടി നന്ദിനിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. നന്ദിനി അപ്പോഴും പറയുന്നുണ്ട്, സർ ഇതൊന്നും വേണ്ട, എന്റെ കാലൊന്നും ചെയ്യണ്ട എന്നൊക്കെ. എന്നാലും സൂര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി നന്ദിനി അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് നന്ദിനിയുടെ കാല് പെഡിക്യൂർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സൂര്യ നന്ദിനിയുമായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നാ ഇത് സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല ഇന്ദ്രജയ്ക്ക്. ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ഇന്ദ്രജ ഇത് കാണുന്നത്. സ്വന്തം വീട്ടിലെ രാജകുമാരി ആ വീട്ടിലെ വേലക്കാരിയുടെ കാല് പെഡിക്യൂർ ചെയ്ത് കൊടുക്കുന്നു. അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ഇന്ദ്രജ കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലെത്തിയതിനു ശേഷം പൊട്ടിക്കരയാം. ഈ സമയത്ത് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്തായാലും പോയി സമാധാനിപ്പിക്കാം, അതല്ലെങ്കിൽ എൻ്റെ കഞ്ഞുകുടി മുട്ടും എന്നും പറഞ്ഞ് ഇന്ദ്രജയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ഹസ്ബൻഡ്. അവിടെ എത്തുന്ന സമയത്ത് ഇന്ദ്രജ സഹിക്കാനാവാതെ വിങ്ങി പൊട്ടി കരയുന്നുണ്ടായിരിക്കും. സമാധാനിപ്പിക്കാനായിട്ട് ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്റെ ഇന്ദ്രജെ, നീ എന്തിനാ അവളോട് പറഞ്ഞ് നിന്റെ കാല് ഇതുപോലെയൊക്കെ ചെയ്തു തരാൻ? ഞാൻ ഇവിടെ മല പോലെ നിൽക്കുന്നില്ലേ? എന്നോട് പറയായിരുന്നില്ലേ? നിന്റെ എല്ലാ കാര്യവും ഞാൻ നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വേണ്ട, ആരും എന്നെ സമാധാനിപ്പിക്കണ്ട. ഞാൻ ഏറ്റവും വലിയ അപമാനത്തിലാ ഇപ്പൊ നിൽക്കുന്നേ. ഞാൻ എങ്ങനെയാ ഇനി അവളുടെ മുൻപിൽ നിൽക്കുക? ഇന്ദ്രജെ, നീ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് സമാധാനിപ്പിക്കുന്നുണ്ട്.
എന്നാ ഇതേ സമയത്ത് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് വേദ ചെല്ലുന്നുണ്ട്. അമ്മ, ഇതൊന്നും കാണുന്നില്ല അമ്മേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന്. എന്താടി നീ പറയുന്നേ? അമ്മേ, അവളില്ലേ, ആ നന്ദിനി, അവളുടെ കാല് ഇന്ന് ഞങ്ങളെ കൊണ്ട് പിടിക്കുറയിപ്പിച്ചു. എന്ത്? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ അമ്മേ, ചേച്ചി അവളുടെ കാല് ക്ലീൻ ചെയ്തു കൊടുത്തു. ചേച്ചി മാത്രമല്ല അമ്മേ, ഞാനും ചെയ്തു. നീ എന്തൊക്കെയാ പറയുന്നേ? ആ വേലക്കാരിയുടെ കാല് നിങ്ങൾ പിടിച്ചെന്നോ? അതെ, ചേച്ചിയാണെങ്കിൽ ഏട്ടനില്ലാത്ത സമയത്ത് അവളെ കൊണ്ട് കാല് പിടിക്കുറയിക്കായിരുന്നു. ആ സമയത്ത് ഏട്ടൻ കേറി വന്നു. എന്നിട്ട് അവളുടെ കാല് അതുപോലെ ചെയ്തു കൊടുക്കാൻ അനുസരിക്കാതെ വഴിയുണ്ടായില്ല അമ്മേ. അതുകൊണ്ട് ചേച്ചിയെ ഞാനും അനുസരിച്ചു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഇതും പറഞ്ഞുകൊണ്ട് പത്മ ഇന്ദ്രജയെ കാണാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞിരിക്കുന്നുണ്ട്. അമ്മയെ കാണുന്നതും ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മേ, അവള് അവള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അവൾ എല്ലാറ്റിനും കൂട്ടുനിന്നാ ഇതൊക്കെ ചെയ്യുന്നത്. അവളുടെ കാല് ഇന്ന് ഞാൻ കഴുകി കൊടുത്തു. ആ അവസ്ഥ വരെ എത്തി. ഇനി ഞാൻ എങ്ങനെയാ എല്ലാവരും മുഖത്ത് നോക്കുക? അമ്മ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്ക് ഒരു വീട് എടുത്തതാ. ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഇത് കേട്ട് ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യണേ, ഒരു 12ാമത്തെ നിലയൊക്കെ ആയിക്കോട്ടെ, ഫ്ലാറ്റാ നല്ലത്. അതെ, അത് തന്നെയാ നല്ലത്. എന്നാ അതിന് മുകളിൽ കയറി ചാടി ചാവാലോ. നീ എന്തൊക്കെയാ ഇന്ദ്രജയെ പറയുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കെ. അല്ലാതെ പിന്നെ എന്താ അമ്മ പറയുന്നേ? ഇങ്ങനെയൊക്കെ അപമാനം സഹിക്കണമെന്ന് എന്റെ വിധിയായിരിക്കും. അവള് ഇത്രയ്ക്കൊക്കെ ആയല്ലേ, നീ ടെൻഷൻ അടിക്കാതിരിക്കെ. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. എന്നേക്കുമായിട്ട് അവളെ ഞാൻ ഈ വീടിന്റെ പുറത്താക്കും. നീ നോക്കിക്കോ. എന്റെ മോള് സമാധാനായിട്ട് ഇരിക്കെ എന്നും പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ പത്മ. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയ പ്രശ്നങ്ങളാവാതെ അവിടെ വെച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിലും വലിയൊരു പ്രശ്നമാണ് ആ വീട്ടിലോട്ട് കയറി വരുന്നത്. അതെന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.